പത്തരമാറ്റിൻ്റെ പുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി ജലജ പറഞ്ഞിട്ട് എല്ലാം അറിയുന്നുണ്ട്. അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നറിയാൻ വേണ്ടി നയനയെ വിളിക്കുന്നുണ്ട്. നയന ആരും കാണാതെ ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, അവിടെ എന്താ മോളെ പ്രശ്നം? മോളെ ഇങ്ങോട്ട് വിടത്തില്ല എന്ന് മോളുടെ അച്ഛനും അമ്മയും പറഞ്ഞു. അപ്പോൾ നയന പറയുന്നുണ്ട്, അതേ പറഞ്ഞു അമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ എന്ന് ചോദിക്കുന്നുണ്ട് ദേവയാനി. അത് പിന്നെ എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പിന്നാലെ വന്ന കനക എന്ത് ചെയ്ത് ബലമായി ഫോൺ നയനയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി. ഹലോ, ആദർശുമോൻ്റെ അമ്മയല്ലേ? ആ, മോളെ അങ്ങോട്ട് വിടത്തില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, അതിന് ഒരു കാരണം വേണമല്ലോ. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, കാരണം ആദർശുമോൻ്റെ അമ്മയ്ക്ക് അറിയില്ലേ? 7-ാം മാസ ചടങ്ങിന് വന്നപ്പോൾ പോലും എല്ലാവരുടെ മുമ്പിൽ വെച്ച് അമ്മ വളരെ മോശമായിട്ടല്ലേ മരുമകളോട് പെരുമാറിയത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് ഇപ്പോഴൊന്നും തുടങ്ങിയ ശീലമല്ലല്ലോ, തുടക്കത്തിലേ അങ്ങനെ തന്നെയല്ലേ, പിന്നെന്താ ഇപ്പം മാത്രം ഒരു പുതുമ? ആ ഒരു കാരണം പറഞ്ഞ് അവളെ അവിടെ പിടിച്ചു നിർത്തേണ്ട ആവശ്യം എന്താ? അപ്പോൾ കനക പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് തീരുമാനിച്ചു. നയനമോളുടെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 1 വർഷം ആകാറായി. എന്നിട്ടും പഴയതുപോലെ തന്നെയാ അമ്മായിയമ്മയും മരുമകളും തുടരുന്നതെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങളുടെ മോളെ അങ്ങോട്ടേക്ക് വിടുന്നത്? ആ സമയം ദേവേനി പറയുന്നുണ്ട്, നിങ്ങളുടെ മോളെ വിടുന്നതും വിടാതിരിക്കുന്നതും ഒക്കെ നിങ്ങളുടെ കാര്യം, പക്ഷേ അവൾക്കൊരു ഭർത്താവില്ലേ, അവൻ്റെ സമ്മതമൊന്നും നോക്കേണ്ടേ? അപ്പോൾ കനക പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങളുടെ മോളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതൊക്കെ ധിക്കരിച്ച് പോവുകയാണെങ്കിൽ ഞങ്ങളെ അങ്ങ് മറന്നേക്കാനും അവളോട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇതൊന്നും എൻ്റെ തീരുമാനമല്ല, ഇതെല്ലാം ഗോവിന്ദേട്ടൻ തീരുമാനിച്ചതാണ്. പിന്നെ ആദർശിൻ്റെ അമ്മ ഒരു മേജർ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളതല്ലേ, അതിനിടയ്ക്ക് നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട് അവൾ എന്തിനാ അവിടെ നിൽക്കുന്നത്? പിന്നെ ആദർശമോന് നയനമോളെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരാമല്ലോ, ഇവിടെ എത്ര ദിവസം വേണമെങ്കിലും താമസിക്കുകയും ചെയ്യാം. അപ്പോൾ ദേവേനി ഇങ്ങനെ പറയുന്നുണ്ട്, ഭാര്യ വീട്ടിൽ വന്ന് താമസിക്കുന്ന സ്വഭാവം അനന്തപുരിയിലെ പയ്യന്മാർക്കില്ല. ആ സമയം കനക പറയുന്നുണ്ട്, അതുതന്നെയാണ് ഞങ്ങളും പറയുന്നത്. കല്യാണം കഴിഞ്ഞ പെൺപിള്ളേർ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നു നിൽക്കുമ്പോൾ അവിടുത്തെ അമ്മയ്ക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അവിടെ പിന്നെ കടിച്ചു തൂങ്ങി നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് അർഹതയില്ലാതെ അവിടേക്ക് വന്ന ഞങ്ങളുടെ മോൾ ആ തെറ്റ് തിരുത്തുകയാ. ഇനി ഇതിനെപ്പറ്റി ഒരു ചോദ്യവും പറച്ചിലുമൊന്നുമില്ല എന്നും പറഞ്ഞ് കനക ഫോൺ വയ്ക്കുന്നുണ്ട്. ദേവയാനിയാണെങ്കിൽ വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിലും സങ്കടത്തിലുമാണ്. പിന്നെ നയന കനകയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ കടുത്ത ഭാഷയിൽ ആദർശേട്ടൻ്റെ അമ്മയോട് സംസാരിച്ചത്? അപ്പോൾ കനക പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് സംസാരിക്കേണ്ടത്, എല്ലാത്തിനും ഒരു അവസാനം വേണമല്ലോ, എത്ര നാളായിട്ട് സഹിക്കുന്നതാ. നയന പറയുന്നുണ്ട്, അപ്പോൾ അമ്മ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു വെറുപ്പൊന്നും ഇപ്പോൾ ആദർശേട്ടൻ്റെ അമ്മയ്ക്കില്ല. അപ്പോൾ കനക പറയുന്നുണ്ട്, അത് വെറുതെ, ഇപ്പോൾ ഈ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടി നീ കള്ളം പറയുകയാ. ഇനി ആദർശേട്ടൻ വന്ന് വിളിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് നയന. ആദർശ് വരുമ്പോൾ കാര്യങ്ങൾ ഗോവിന്ദേട്ടൻ പറഞ്ഞുകൊള്ളും. ഇനി ഞങ്ങളെ ധിക്കരിച്ച് പോകാനാ നിൻ്റെ ഭാവമെങ്കിൽ ആ നിമിഷം ഞങ്ങളും ഈ വീടിൻ്റെ പടിയിറങ്ങും. ഇത് ആദർശ് വാങ്ങിയ വീടാണല്ലോ, വേറെ വല്ല വാടക വീടും ഞങ്ങൾ നോക്കുന്നതായിരിക്കും, എന്നിട്ട് അങ്ങോട്ടേക്ക് പോകും. ഇതൊക്കെ കേട്ട് നയന എന്ത് ചെയ്യണമെന്നറിയാതെ ചോദിക്കുന്നുണ്ട്. ഇതിലും വലിയ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് പോലും സൈലൻ്റായി നിന്നവർ ഇപ്പോൾ എന്താ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത്? അപ്പോൾ കനക പറയുന്നുണ്ട്, പ്രശ്നമാക്കാതെ പിന്നെ ഇത് എത്ര നാളാണ് സഹിക്കുക? ഇനി ഇപ്പോൾ നിനക്ക് ഭർത്താവ് മാത്രം മതിയെങ്കിൽ നീ അവൻ വിളിച്ചാൽ പോയിക്കോ, പിന്നെ നീ ഞങ്ങളെപ്പറ്റി അന്വേഷിച്ചു പോകരുത്. പിന്നെ കാണിക്കുന്നത് ദേവയാനിയെയാണ്. ദേവയാനി ഇങ്ങനെ കനക പറഞ്ഞത് ഇങ്ങനെ ഓർത്തോർത്ത് ഇങ്ങനെ വിഷമിച്ചൊക്കെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകയെയും ഗോവിന്ദനെയുമാണ്. കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, എന്നാലും അമ്മയും മരുമകളും ചേർന്ന് എല്ലാവരെയും വിഡ്ഢിയാക്കുകയല്ലായിരുന്നു. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അതേ, ആദർശിനോട് പോലും അവർ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഒട്ടും തെറ്റില്ല. അവരുടെ കള്ളത്തരത്തിലുള്ള അഭിനയം പൊളിക്കാൻ നമുക്കിതുപോലെ തന്നെ അഭിനയിക്കാം, ഇനി ഒട്ടും വിട്ടുവീഴ്ച ചെയ്യണ്ട. അങ്ങനെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു കാർ വരുന്നു. കാറിൽ നിന്ന് ഇറങ്ങുന്നതോ നമ്മുടെ അബിയാണ്. അബിയെ കണ്ടതും ഗോവിന്ദനും കനകയ്ക്കും അങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവൻ സ്നേഹത്തിൻ്റെ പേരിൽ വന്നതാകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മണത്തറിയാൻ വേണ്ടി വന്നതാണോ എന്നിങ്ങനെ അവർ സംശയിക്കുന്നുണ്ട്. എന്നിട്ട് അബിയോട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അബി ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി അങ്ങോട്ടേക്ക് വിടില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റിയ? അപ്പോൾ കനക പറയുന്നുണ്ട്, അതേ മോനെ, മോൻ കണ്ടതല്ലേ നയനമോളുടെ അമ്മയുടെ പെരുമാറ്റം എത്ര മോശമാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, അത് ശരിയാണ് എന്ന് പറഞ്ഞ്
ഏട്ടത്തി അവിടെ ഇല്ലെങ്കിൽ വീടേ ഉറങ്ങിയതുപോലെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കനകയും ഗോവിന്ദനും പറയുന്നുണ്ട്, അമ്മായിയമ്മ മരുമകളോട് സ്നേഹത്തിൽ പെരുമാറുന്നില്ലെങ്കിൽ ഇനി അവളെ അങ്ങോട്ടേക്ക് അയക്കുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച തീരുമാനം. അത് കേട്ടപ്പോൾ അബിയുടെ മുഖത്തൊരു സന്തോഷമുണ്ട് കേട്ടോ. എന്നിട്ട് നവ്യ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അവൾ റൂമിലുണ്ട് മോനെ, നീ അങ്ങോട്ടേക്ക് പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട് കനക. ഏതായാലും അബിയെ കണ്ടതും നവ്യക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ കാണാൻ വേണ്ടി വന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി വന്നതാണോ നീ? അപ്പോൾ അബി പറയുന്നു, നിൻ്റെ അച്ഛൻ കോടീശ്വരനല്ലേ, ഇപ്പോൾ ഞാൻ 50 ലക്ഷം രൂപ ചോദിച്ചാൽ ഇപ്പോൾ തന്നെ തരുമല്ലോ. എന്താ ഞാൻ ചോദിക്കട്ടെ? എൻ്റെ നവ്യ, ഞാൻ നിന്നെ കാണാൻ തന്നെയാണ് വന്നത്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ നീയും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പോകെ പോകെ നിനക്ക് ശരിക്കും മനസ്സിലാകും എൻ്റെ സ്നേഹത്തെപ്പറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, അങ്ങനെ ആയാൽ കൊള്ളാം. ഏതായാലും ഞാൻ നിനക്കൊരു ജ്യൂസ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് നവ്യ ജ്യൂസ് എടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് അബി തിരിച്ചു പോകുമ്പോൾ അനഘയെ കാണുന്നുണ്ട്. അപ്പോൾ അബി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആരെയാണോ കാണരുതെന്ന് ആഗ്രഹിച്ചത് അവളിതാ നേരെ മുമ്പിൽ. എന്നിട്ട് അനഘ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? അപ്പോൾ അബി പറയുന്നുണ്ട്, ഉടനെ തന്നെ തീരുമാനമുണ്ടാകും. എപ്പോഴാണ് നിൻ്റെ കല്യാണം എന്ന് ചോദിക്കുന്നുണ്ട് അനഘ. ചിങ്ങം 10-നാണ് എന്ന് പറയുന്നുണ്ട് അബി. ഏതായാലും നീ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും നിൻ്റെ കല്യാണത്തിന് ഞാൻ വരും. അതിനു മുൻപ് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായാൽ നിൻ്റെ കല്യാണം നല്ല രീതിയിൽ നടക്കും, അല്ലെങ്കിൽ ഞാൻ മുടക്കും. എനിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല. എൻ്റെ കുഞ്ഞിനെ മരണം കാത്ത് കഴിയുന്ന എനിക്ക് വളർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ അച്ഛനായ നിന്നെ ഞാൻ ആശ്രയിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സങ്കടം എൻ്റെ മോളെപ്പറ്റി ഓർത്ത് മാത്രമാണ്. അത് നീ പരിഹരിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് അനഘ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശിനെയും ദേവയാനിയെയുമാണ്. ദേവയാനി ആദർശിനോട് പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യയ്ക്കും ഭാര്യ വീട്ടുകാർക്കും അഹംഭാവമാണ്. നവ്യയുടെ 7-ാം മാസ ചടങ്ങിന് വന്നപ്പോൾ ഞാൻ അവരോട് ഭയങ്കര മോശമായിട്ടാണ് പെരുമാറിയത് എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ എന്നും സംസാരിക്കുന്നത് പോലെ തന്നെയാണ് അവരോട് സംസാരിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ എന്താ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് ആദർശ്. അതെന്താ, അവളെ ഇങ്ങോട്ട് വിടത്തില്ലെന്നെങ്ങാനും പറഞ്ഞോ? പറഞ്ഞു മോനെ. മരുമകളെ സ്നേഹിക്കാത്ത അമ്മ ഉള്ളിടത്തേക്ക് അവളെ വിടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നായന എന്താ പറഞ്ഞത്? അവൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് ദേവയാനി. എന്നിട്ട് പറയുന്നുണ്ട്, എടാ, അവളുടെ നിയന്ത്രണം അവരുടെയൊന്നും കയ്യിലല്ല, നിൻ്റെ കയ്യിലാണ്. നീ പറയേണ്ടതുപോലെ പറഞ്ഞ് അവളെ വിളിച്ചു കൊണ്ടുവരണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവരങ്ങനെയൊന്നും പറയേണ്ടതല്ലല്ലോ, പിന്നെ എന്തു പറ്റി? ഏതായാലും നേരത്തെ അമ്മ തന്നെയല്ലേ അവളെ വിളിച്ചു കൊണ്ടുവന്നത്. ആ നിലയ്ക്ക് അമ്മയ്ക്ക് കുറച്ച് കൂടി നന്നായിട്ട് അവരോട് പെരുമാറാമായിരുന്നു. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. പിന്നെ ഇനി നീയായിട്ട് എന്നെ മാറ്റാനൊന്നും നോക്കണ്ട. നീ പോയി വിളിച്ചാൽ അവൾ നിനക്കൊപ്പം വരണം. അങ്ങനെ വന്നില്ലെങ്കിൽ അവൾ സ്ഥിരമായിട്ട് അവളുടെ വീട്ടിൽ തന്നെ നിന്നോട്ടെ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവളങ്ങനെ അവിടെ തന്നെ നിന്നാൽ ഇവിടെ പലർക്കും വിഷമമാകും അമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്ന് വെച്ച് ഇതൊന്നും അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. നായന ഫോൺ വിളിക്കുമ്പോൾ കനക ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് ഒരു പേടിയുമില്ലാതെയാണ് എന്നോട് സംസാരിച്ചത്. എന്നിട്ട് അവളെ ഇങ്ങോട്ട് വിടത്തില്ല എന്നും പറഞ്ഞു. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എന്നാൽ ഞാനിപ്പം തന്നെ അങ്ങോട്ട് ചെല്ലാം. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, പോകുന്നതൊക്കെ കൊള്ളാം, അവളുടെ കാല് പിടിക്കാനൊന്നും നിൽക്കരുത്. വരുന്നില്ലെന്ന് പറഞ്ഞാൽ അവൾ അവിടെ തന്നെ നിന്നോട്ടെ എന്ന് കരുതണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ പോയി വിളിച്ചാൽ അവൾ വരാതിരിക്കില്ലമ്മേ, അത് ഉറപ്പാ. അതും പറഞ്ഞ് ആദർശ് പോകുന്നുണ്ട്. അപ്പോൾ ദേവേനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. മോളും ഇപ്പോൾ വിഷമത്തിലായിരിക്കും. ഇതോടുകൂടി ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.